നമസ്കാരം, രുചികളുടെ ലോകത്തിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ ഒരുപാട് പേര് റിക്വസ്റ്റ് ചെയ്തിട്ടുള്ളൊരു വീഡിയോ ആണ് കേട്ടോ. എപ്പോൾ ഫിഷിൻ്റെ റെസിപ്പി ഉണ്ടാക്കിയാലും എല്ലാവരും ചോദിക്കും ഒന്ന് ഫിഷ് ക്ലീൻ ചെയ്യുന്നത് കാണിക്കാവോ എന്ന്. അപ്പോൾ നമുക്കതിലൊരു അവസരമില്ലായിരുന്നു, കാരണം ക്ലീൻ ചെയ്ത് ഫിഷ് കിട്ടുന്നതുകൊണ്ട് തന്നെ അത് കാണിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ അവസരം വന്നു, അപ്പോൾ വിചാരിച്ചതൊരു വീഡിയോ ആയിട്ട് ചെയ്യാമെന്ന്. അപ്പോൾ എന്തായാലും ഇന്ന് നമ്മൾ 2 ഫിഷ് ക്ലീൻ ചെയ്യുന്നതാണ് വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്, മത്തി അതുപോലെ തന്നെ അയല. അപ്പോൾ ഇതിൽ നമ്മൾ കുറച്ച് ടിപ്സും കൂടി ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അതുകൊണ്ട് നിങ്ങൾ വീഡിയോ അവസാനം വരെ കാണാൻ നോക്കുക. അപ്പോൾ നമുക്ക് വേഗം തന്നെ വീഡിയോയിലേക്ക് കിടക്കാം. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ അയലയാണ് ക്ലീൻ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഏത് മീനായാലും ക്ലീൻ ചെയ്യുമ്പോൾ വാലിൻ്റെ ആ ഒരു ഭാഗം മുതൽ ക്ലീൻ ചെയ്യുന്നതായിരിക്കും എളുപ്പം. അപ്പോൾ നമ്മൾ ഇതിൽ ചെതുമ്പൽ ഒക്കെ ഒന്ന് ആദ്യം കളയാണ്. അയലയിൽ അതുകൊണ്ട് തന്നെ ഭയങ്കരമായിട്ട് ചെതുമ്പലൊന്നും ഉണ്ടാവില്ല. എന്നാലും കത്തി വെച്ച് ഇങ്ങനെ ബാക്കോട്ട്, അതായത് തലയുടെ വശത്തേക്ക് ഇങ്ങനെ നീക്കിയിട്ട് ആ ചെതുമ്പൽ കളയാം. ചെതുമ്പൽ തന്നെയല്ലേ നിങ്ങൾ പറയാം, എനിക്കറിയില്ല കേട്ടോ കൃത്യമായിട്ട് എല്ലായിടത്തേക്കും അത് തന്നെയാണോ എന്ന്. അതിനുശേഷം തലയുടെ ഇവിടെ കണ്ട് ചെറിയൊരു ചിറക് പോലെ അത് കട്ട് ചെയ്യുക 2 വശത്തുള്ള. പിന്നെ അതുപോലെ തന്നെ സൈഡിൽ കണ്ടില്ലേ ഈ ഒരു അത് കട്ട് ചെയ്തെടുക്കാം. പിന്നെ ഇതാ ഈ വയറിന്റെ ഈ ഭാഗത്തും ഉണ്ട്, അത് നമുക്കൊന്ന് കട്ട് ചെയ്യാം കേട്ടോ. അത് കഴിഞ്ഞിട്ട് വാലാണ് കട്ട് ചെയ്യേണ്ടത്. ഞാനിപ്പോൾ ഇതാ കുറച്ച് താഴ്ത്തി അങ്ങനെയാണ് കംപ്ലീറ്റ് ആയിട്ട് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. ഇനിയിപ്പോൾ നമ്മൾ ഹോട്ടലിലൊക്കെ കണ്ടിട്ടുണ്ടാവും, ഫ്രൈ ചെയ്യുമ്പോഴൊക്കെ ഈ പറഞ്ഞ ചിറകുകളും അതുപോലെ വാലൊന്നും കംപ്ലീറ്റ് ആയിട്ട് കട്ട് ചെയ്യില്ല, നല്ലോണം മൊരിച്ചെടുക്കുമ്പോൾ ചില ആൾക്കാർക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അങ്ങനെ കഴിക്കാൻ വേണ്ടി. ഇനി തലയാണ് ഇനി ക്ലീൻ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ തലയുടെ ഈ ഒരു ഭാഗം ഇങ്ങനെ ഓപ്പൺ ചെയ്യുക, 2 വശവും ഇങ്ങനെ കൈ വെച്ച് ഓപ്പൺ ചെയ്തിട്ട് ഇതിൻ്റെ ആ ഒരു നടുവിൽ കാണുന്നില്ലേ ഇതങ്ങ് പിടിച്ച് കൈ കൊണ്ട് തന്നെ പിടിച്ചൊന്ന് വലിച്ചാൽ മതി. അപ്പോൾ ആ ഉള്ളിലുള്ള തലയുടെ ഉള്ളിലുള്ള ഈ പൂവൊക്കെ ഒന്ന് പുറത്തേക്ക് അങ്ങനെ കൈകൊണ്ട് ആക്കിയെടുക്കാം. അതിനുശേഷം കത്തി വെച്ച് വയറിൻ്റെ ആ ഒരു ഭാഗം ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ ഇതിലിപ്പോൾ കുറച്ച് എണറുണ്ട്, പിന്നെന്താ മീൻ മുട്ട എന്നൊക്കെ പറയും. അപ്പം അത് ആവശ്യമുണ്ടെങ്കിൽ അത് മാറ്റി വെക്കാം. നമുക്ക് ഫ്രൈ ചെയ്തിട്ടൊക്കെ നല്ല ടേസ്റ്റാണ്. അപ്പോൾ അത് മാറ്റി വെച്ചതിന് ശേഷം പിന്നെ ഇതിലുള്ള ഇത് ബാക്കിയൊക്കെ വേസ്റ്റാണ്, ഈ പൂവും അതുപോലെ വയറിലുള്ള അതൊക്കെ എടുത്ത് അങ്ങ് കളയാം. അപ്പോൾ കണ്ടില്ലേ മീൻ ഇങ്ങനെ നല്ല ക്ലീൻ ആയിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ പൊരിക്കാനൊക്കെ ആണെങ്കിൽ ഇങ്ങനെ തന്നെ എടുത്തിട്ട് പൊരിക്കുക കേട്ടോ, വരഞ്ഞു കൊടുത്ത് അങ്ങ് പൊരിക്കാം. ഞാൻ കറി വെക്കാനായതുകൊണ്ട് തല മാറ്റുകയാണ്. തല മുറിക്കുന്ന സമയത്ത് നമ്മൾ കട്ട് ചെയ്തിട്ടുണ്ടാവില്ല, കൈ കൊണ്ട് ഇങ്ങനെ വിടർത്തിയെടുത്താൽ അതിൻ്റെ തൊട്ട് താഴെ നിന്ന് അങ്ങ് കട്ട് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ ഈ കണ്ണ് വേണമെങ്കിൽ കണ്ണ് എടുത്ത് കളയാം കേട്ടോ. അപ്പോൾ ചില ആൾക്കാർക്കൊക്കെ കണ്ണ് ഇഷ്ടമായിരിക്കും, അപ്പോൾ ഞാൻ ഇപ്പോൾ എടുത്ത് കളയുന്നതാണേ ഉള്ളൂ. അപ്പോൾ അയലയുടെ തല എന്ന് പറഞ്ഞാൽ നല്ല ടേസ്റ്റുള്ള സംഭവമാണ്. മീൻ കറിയിലൊക്കെ ചേർക്കാന്ന് പറഞ്ഞാൽ അടിപൊളിയാണ്. അയലത്തല അളിയനും കഴിക്കാന്നാണല്ലോ പറയുക. അപ്പോൾ എന്തായാലും ഇത് ക്ലീനായി കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് അടുത്ത ക്ലീനിങ് എങ്ങനെയാണെന്ന് നോക്കാം. അപ്പോൾ നമ്മൾ ആയുധമൊന്ന് മാറ്റിയാണ്, കത്തിക്ക് പകരം കത്രികയാണ് എടുക്കുന്നത്. അതുപോലെ തന്നെ തല കട്ട് ചെയ്യുന്ന ആ രീതിയും ചെറിയൊരു വ്യത്യാസമുണ്ട്. അപ്പോൾ നമുക്ക് കാണാം. അപ്പോൾ ആദ്യത്തെ ഭാഗമൊക്കെ സെയിം തന്നെ, നമ്മൾ ആ ഒരു ചിറകൊക്കെ ഉണ്ടല്ലോ 2 സൈഡിലുള്ളതും അതുപോലെ തലയുടെ ഭാഗത്തുള്ള അതൊക്കെ കട്ട് ചെയ്ത് കളയുക. അപ്പോൾ കത്രികനെ കൊണ്ടായതുകൊണ്ട് തന്നെ കുറച്ച് എളുപ്പമാണ്. ഈ തല കട്ട് ചെയ്യുമ്പോൾ വായയുടെ ഭാഗത്ത് കത്രിക കൊണ്ട് കട്ട് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് അതിൻ്റെ ഉള്ളിലൂടെ വയറ് അങ്ങ് കീറി ആ ഒരു വേസ്റ്റും കാര്യങ്ങളും എടുക്കുക. തല അങ്ങ് കട്ട് ചെയ്ത് കൊടുക്കുകയും ചെയ്യാം, അതുപോലെ വാലും കട്ട് ചെയ്യാം. അത് കഴിഞ്ഞിട്ട് വേസ്റ്റ് ഉണ്ടല്ലോ വയറിലുള്ള അതൊക്കെ എടുത്ത് അങ്ങ് കളയാം. അപ്പോൾ കുറച്ചും കൂടി ഈസി എന്തായാലും കത്രീനെ കൊണ്ട് കട്ട് ചെയ്യുമ്പോൾ തന്നെയാണ്. അപ്പോൾ നമുക്ക് ബാക്കിയുള്ള മീനും ഇങ്ങനെ ക്ലീൻ ചെയ്തെടുക്കാം. അപ്പോൾ അയല കംപ്ലീറ്റ് കട്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമ്മളിത് കഴുകിയെടുക്കാൻ പോവാണ്. അതിനുവേണ്ടി ചട്ടിയിലേക്ക് കുറച്ച് ഉപ്പ് പൊടിയാണ് ഇപ്പം ഞാൻ ഇട്ട് കൊടുക്കുന്നത്, കല്ലുപ്പാണെങ്കിൽ അത്രയും നല്ലതാണ്. എന്നിട്ട് മീൻ ഇട്ട് കൊടുത്ത് നന്നായിട്ട് കൈ വെച്ച് ഇങ്ങനെ ചട്ടിയിൽ പെരക്കിയെടുക്കുക എന്ന് പറയില്ല, അതുപോലെ നന്നായിട്ട് ചെയ്തെടുക്കുക. അപ്പോൾ മീനിൽ ബാക്കി വല്ല ചെതുമ്പലുണ്ടെങ്കിൽ അത് പോവും. അതുപോലെ തന്നെ ആ ഒരു മണം ഉണ്ടാവില്ലേ മീനിൻ്റെ ആ ഒരു
ആ ഒരു മണം മാറിക്കിട്ടാൻ വേണ്ടിയിട്ടും നല്ലതാണ്. അപ്പം അങ്ങനെ ചെയ്യുക. അതിന് ശേഷം നന്നായിട്ട് വെള്ളം ഒഴിച്ച് കഴുകിയെടുക്കുക കേട്ടോ. അതിൻ്റെ ആ കഴുകുന്ന സമയത്ത് അതിൻ്റെ ഉൾവശത്ത് വേസ്റ്റ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതൊക്കെ അങ്ങ് മാറ്റിക്കളയുക. അപ്പോൾ ഇത് അയല മൊത്തം നമ്മൾ ക്ലീൻ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇനി അടുത്ത് നമ്മൾ മത്തി ക്ലീൻ ചെയ്യാൻ പോവാണ്. അയലയൊക്കെ കട്ട് ചെയ്യുന്ന ആ ഒരു അതുപോലെ തന്നെയാണ് ചെതുമ്പൽ കൂടുതലായിരിക്കും. അപ്പോൾ നമ്മൾ വാൽഭാഗത്തുനിന്ന് ഇതുപോലെ തലഭാഗം വരെ ഉള്ള ചെതുമ്പൽ ഇങ്ങനെ കത്തി വെച്ചിട്ട് കളയാണ്. പിന്നെ അതുപോലെ 2 ഭാഗത്തുള്ള ചിറക് കട്ട് ചെയ്യാം. പിന്നെ വാലും അതുപോലെ കട്ട് ചെയ്യാം. ഇനി തല കട്ട് ചെയ്യാൻ വേണ്ടി പോവാണ്. തല കട്ട് ചെയ്യുന്ന സമയത്ത് ഈ 2 വശം ആക്കിയിട്ട് ഇതിലെ വേസ്റ്റൊക്കെ ജസ്റ്റ് കളയാം. അല്ലെങ്കിൽ ഈ ഒരു ഭാഗം കൂടെ നമുക്ക് എടുത്ത് കളയാം, ഈ തലയുടെ. അത് ജസ്റ്റ് കൈ വെച്ചിട്ട് എടുത്ത് പിന്നെ വയറിൻ്റെ ഭാഗത്ത് അതും കൂടെ എടുത്ത് കളഞ്ഞാൽ മതി. കൈ വെച്ച് തന്നെ ഇതുപോലെ ചെയ്യാൻ പറ്റും കേട്ടോ. വേസ്റ്റൊക്കെ എടുത്ത് കളയാം, കത്തിയിടുന്ന ആവശ്യമില്ല. അത് കഴിഞ്ഞിട്ട് തല വേണമെങ്കിൽ കട്ട് ചെയ്ത് കൊടുക്കാം. വേണമെങ്കിൽ മാത്രം കട്ട് ചെയ്താൽ മതി കേട്ടോ. അപ്പം ഞാൻ ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്യാണ്. ഇനി ഇത് തന്നെ നമുക്ക് കത്രിക വെച്ചിട്ട് ചെയ്യാം. കത്രിക വെച്ച് ചെയ്യുമ്പോൾ ഇതുപോലെ കത്രികയുടെ ഷാർപ്പായിട്ടുള്ള ഭാഗം വെച്ചിട്ട് നമുക്ക് ചെതുമ്പൽ ആദ്യം ഒന്ന് കളയാം. അതിനുശേഷം സാധാരണത്തെ പോലെ 2 വശത്തുള്ള ചിറകും അതുപോലെ തന്നെ വാലും കട്ട് ചെയ്യാം. പിന്നെ തല ക്ലീൻ ചെയ്യുന്ന സമയത്ത് നമുക്ക് കത്തിയായാലും കത്രിയായാലും ഒന്നും ആവശ്യമില്ല. ജസ്റ്റ് ഇതാ ഇങ്ങനെ ഓപ്പൺ ചെയ്ത് ഇതങ്ങ് കളഞ്ഞാൽ മതി. അത് കഴിഞ്ഞിട്ട് തല ഒന്ന് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഇതാ ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് ഫുള്ള് ക്ലീൻ ചെയ്യാം. അപ്പം മത്തിയെല്ലാം കട്ട് ചെയ്ത് കഴിഞ്ഞിട്ട് ഒക്കെ ക്ലീൻ ചെയ്തെടുക്കുന്നുണ്ട്. നേരത്തെ നമ്മൾ അയല ചെയ്ത് അതേപോലെ തന്നെ ഉപ്പിട്ട് നീളം വെള്ളത്തിൽ കഴുകിയെടുക്കുകയാണ് ഇത്. അപ്പം മീനൊക്കെ ക്ലീൻ ചെയ്തിട്ടുണ്ട്. ഇനി ഞാൻ പറഞ്ഞില്ലായിരുന്നോ നേരത്തെ മീൻ വൃത്തിയാക്കുമ്പോൾ മീൻ ക്ലീൻ ചെയ്യുമ്പോൾ കുറച്ച് ടിപ്സ് പറയാമെന്ന്. അപ്പം ആദ്യത്തെ ടിപ്പ് എന്താണെന്ന് വെച്ചാൽ മീൻ നമ്മൾ വാങ്ങിക്കഴിഞ്ഞിട്ട് കുറച്ച് സമയം വെള്ളത്തിൽ ഇട്ട് വെക്കണം. കാരണം എന്താണെന്ന് വെച്ചാൽ അങ്ങനെ ഇട്ട് വെച്ച് കഴിയുമ്പോൾ ചെതുമ്പൽ പെട്ടെന്ന് പോയി കിട്ടും. പിന്നെ അടുത്ത പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഈ മീനൊക്കെ ക്ലീൻ ചെയ്ത് കഴിയുമ്പോൾ മീൻ കുക്ക് ചെയ്യാൻ നേരത്ത് മീനിനൊരു മണം ഉണ്ടാവും. ആ ഒരു മണം പോവാൻ വേണ്ടിയാണ് നേരത്തെ നമ്മൾ ഉപ്പിട്ട് കഴുകിയത്. നിങ്ങൾക്ക് ഇതിൻ്റെ കൂടെ തന്നെ ഉപ്പിൻ്റെ കൂടെ തന്നെ കുറച്ച് വിനിഗർ ചേർത്തിട്ടും വേണമെങ്കിൽ കഴുകാം കേട്ടോ. അപ്പോൾ ആ ഒരു മണം ഉണ്ടല്ലോ, ഉളുമ്പ് മണം എല്ലാം മാറിക്കിട്ടും. പിന്നെ മീനിൻ്റെ മണമൊക്കെ മാറ്റി കഴിഞ്ഞിട്ടുണ്ടെങ്കിലും നമ്മൾ ഉപയോഗിച്ച പാത്രവും അതുപോലെ തന്നെ കത്തിയായാലും എന്തിന് സിങ്കിന് വരെ ഒരു മീനിൻ്റെ നാറ്റം ഉണ്ടാവും. അപ്പം അത് പോകാൻ വേണ്ടി ചെയ്യുക എന്താണെന്ന് വെച്ചാൽ നന്നായിട്ട് സോപ്പിട്ട് കത്തിയും പാത്രവും അതുപോലെ സിങ്കൊക്കെ കഴുകിയതിന് ശേഷം കുറച്ച് വെള്ളം എടുക്കുക. അതിലേക്ക് കുറച്ച് വിനാഗിരി ഒഴിച്ചതിന് ശേഷം ആ ഒരു വെള്ളം കൂടി എടുത്ത് കഴുകിക്കളയുമ്പോൾ ഒരു പരിധി വരെ ആ ഒരു സ്മെല്ല് മാറിക്കിട്ടും. അതുപോലെ തന്നെ വിനിഗറിന് പകരം നാരങ്ങ പിഴിഞ്ഞ വെള്ളം ഒഴിച്ചിട്ട് ഇതുപോലെ കഴുകി കഴിഞ്ഞാലും സോപ്പിട്ട് കഴുകിയതിന് ശേഷം കഴുകി കഴിഞ്ഞാലും മണം ഒരു പരിധി വരെ ഒഴിവാക്കാം. പിന്നെ നമ്മുടെ കൈക്കും ഉണ്ടാവുമല്ലോ ഒരു വല്ലാത്തൊരു മണം. അപ്പോൾ അത് പോക്കാൻ വേണ്ടിയിട്ട് കയ്യിൽ നന്നായിട്ട് വെളിച്ചെണ്ണ തടവി കൊടുക്കുക. അതിനുശേഷം നാരങ്ങയുടെ തൊലി ഉണ്ടാവുമെങ്കിൽ തൊലി ആയാലും മതി, അല്ലെങ്കിൽ നാരങ്ങ പിഴിഞ്ഞിട്ട് അതിൻ്റെ ഒരു നീരായാലും നന്നായിട്ട് കയ്യിലൊക്കെ ആക്കി കൊടുക്കുക. അപ്പം മണം പോയി കിട്ടും. പിന്നെ ഈ നാരകത്തിൻ്റെ മരം ഉണ്ടെങ്കിൽ അതിൻ്റെ ആ ഒരു ഇല ഉണ്ടല്ലോ, ആ ഇല വെച്ച് കൈ തടവി കൊടുത്തിട്ടുണ്ടെങ്കിൽ നന്നായിട്ട് മണം പോകും കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്ര വരെയാണ്. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അതുപോലെ സബ്സ്ക്രൈബ് ചെയ്തില്ലേ സബ്സ്ക്രൈബ് ചെയ്യുകൂടി ചെയ്യുക. ഇനി നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്തിട്ട് എന്താണ് ഇമ്പ്രൂവ് ചെയ്യേണ്ടതെന്ന് കമൻറ്റ് കൂടി ചെയ്ത് കഴിയുമ്പോൾ തീർച്ചയായും ഞാൻ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന ഒരു വീഡിയോ ആയിട്ട് വരുന്നതാണ്. അപ്പോൾ അടുത്ത വീഡിയോ കാണുന്നവരെ ബൈ.